കൊല്ലം പത്തനാപുരം ചിതലവെട്ടിയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ പുലി വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിൽ കുടുങ്ങി. കഴിഞ്ഞ 2 മാസത്തോളമായി പുലിഭീതിയിലായിരുന്നു പ്രദേശത്തെ ജനങ്ങൾ. ദിവസങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് പുലർച്ചെയോടെയാണ് പുലി അകപ്പെട്ടത്. അവിടെ ജമ്പ് ചെയ്ത് ചാടുവേ, നല്ല ഫോഴ്സായിരിക്കും. എന്നാലും ഇതിന് കൂടുതലുള്ള ആശാന്മാരൊക്കെ ഷമീർ അബ്ദുളുണ്ട് വിശദാംശങ്ങളുമായി. ഷമീർ, അങ്ങനെ വലിയൊരു ആശങ്കയ്ക്ക് പരിഹാരമായി എന്ന് കരുതാം അല്ലേ? തീർച്ചയായിട്ടും ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ പുലിയെ ഈ പ്രദേശത്ത് കാണപ്പെട്ടത്. ഇതിനുശേഷം വലിയ ഭീതിയിലായിരുന്നു ആളുകൾ. വളരെ ലയങ്ങളുള്ള ഒരു പ്രദേശമാണ് ചിതൽവെട്ടി പ്രദേശം. എന്തായാലും ഈ ഭാഗത്ത് ഇത്തരത്തിൽ പുലികളെ കാണുകയും പിന്നീട് വനം വകുപ്പ് അധികൃതർ ഇവിടെ വലിയ രീതിയിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഇതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വനം വകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ചത്. ഇതിനുശേഷം ഈ കൂട്ടിലൊരു നായയും അവർ വെച്ചിരുന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ഇത്തരത്തിൽ ഈ പുലി ഈ കൂട്ടിലേക്ക് കയറുകയായിരുന്നു. ഇതിനുശേഷം പുലി അതിൽ അകപ്പെടുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ കൂട്ടിനുള്ളിലാണ് ഈ പുലി ഉള്ളത്. ഇനി വനം വകുപ്പ് അധികൃതർ എത്തി വേണം ഈ പുലിയെ ഉൾക്കാട്ടിലേക്ക് അയക്കാൻ. എന്തായാലും കഴിഞ്ഞ 1 മാസം മുമ്പ് ഇത്തരത്തിൽ ഈ പുലികൾ ഇവിടെ എത്തുകയും പ്രദേശത്തുള്ള ഒരു നായയെ, വീട്ടിൽ വളർത്തിയിരുന്ന നായയെ കടിച്ച് കീറുകയും ചെയ്തിരുന്നു. പിന്നീട് ആളുകൾ ഭയപ്പാടോടുകൂടിയാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞിരുന്നത്. വനം വകുപ്പ് ഇവിടെ സ്ഥിരമായി ടെന്റടിച്ച് നിരീക്ഷണം നടത്തുകയും ചെയ്തെങ്കിലും പുലിയെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീടാണ് ഉന്നത ഉത്തരവ് നേടിക്കൊണ്ട് ഇത്തരത്തിലൊരു കൂട് ഈ പ്രദേശത്ത് സ്ഥാപിക്കുകയും ചെയ്തത്. എന്തായാലും വലിയൊരു ആശങ്കയ്ക്ക് പരിഹാരമാകുന്നു. പുലർച്ചയോടുകൂടി പുലി കൂട്ടിലാവുകയും ചെയ്തു. ഇനി പുലിയെ ഉൾവനത്തിലേക്ക് അയക്കുക എന്ന നടപടിക്രമം മാത്രമാണ് ബാക്കിയുള്ളത്. അത് വനം വകുപ്പ് അധികൃതർ നടപ്പിലാക്കുക. എന്തായാലും ഇനി രാവിലെ 10 മണിയോടുകൂടി തന്നെ വനം വകുപ്പ് അധികൃതരുടെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഈ പുലിയെ ഉൾക്കാട്ടിലേക്ക് അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തും. ആതിര. ശരി, ഷമീർ അബ്ദുള്ളാണ് വിശദാംശങ്ങൾ നൽകിയത്.